ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു രസമാണ്. ഇത് രസത്തിന് വേണ്ടിയിട്ട് ഇതിൽ അര ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അര ഗ്ലാസ് പരിപ്പ് എടുത്തിട്ട് ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ രസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ 2 സ്പൂൺ മല്ലി, അര സ്പൂൺ ജീരകം, പിന്നെ 2-3 തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില, 3 ചുമന്ന മുളക്, 2 സ്പൂൺ കുരുമുളക്, പിന്നെ ചുമന്നുള്ളി 5-6 വെളുത്തുള്ളി ഒരു 10 ഉണ്ട്, പിന്നെ ഇഞ്ചി ഒരു കഷ്ണം, പുളി, മല്ലിയുടെ ഇല, തക്കാളി 3 മീഡിയം സൈസ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് വെച്ചിലേക്ക് ഈ 3 തക്കാളി അരിഞ്ഞത് ഇടുക. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ തക്കാളി വേവുന്നവരെയും കുറച്ച് സമയം ആക്കണം. അത് തക്കാളി വേകുമ്പോഴേക്കും നമുക്ക് വറക്കാം. 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. വെളുത്തുള്ളി ചേർക്കാത്ത 8-10 വെളുത്തുള്ളി ഉണ്ട് ഇതിൽ. അതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ചെറിയ ഉള്ളിയും കൂടി ചേർക്കുക. ചെറിയ ഉള്ളി അരിഞ്ഞ് അതും കൂടി ചേർക്കുക. നല്ലോണം വറക്കണം ഇത്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, അരഞ്ച് ഇഞ്ചിയുടെ കഷ്ണം അതും കൂടി ചേർക്കണം. ഇനി ആ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. മീഡിയം ഇതായിട്ടുള്ളത്, അധികം വറുത്തിട്ടില്ല. ഇനി അതിനകത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇടുക. ആദ്യം ജീരകം ഇടുക കുറച്ച്. ഇതിലെല്ലാം അളവ് കൊടുത്തേക്കണം. ഈ സ്പൂണിൽ 2 സ്പൂൺ മല്ലി, 1 സ്പൂൺ ജീരകം. ജീരകം പൊട്ടുന്നവരെയും ജീരകം മുത്തു. ഇനി മല്ലി ഇടുക. 2 സ്പൂൺ മല്ലി എടുത്തേക്കണേ. ഒക്കെ ഈ സ്പൂണിൽ. പിന്നെ കായ ഇടുക. മൂന്ന് വറ്റൽമുളക്, കറിവേപ്പില. മല്ലിമൂത്തു. ഇനി 2 സ്പൂൺ കുരുമുളക് ചേർക്കുക. പിന്നെ നാളികേര കൊത്ത്, 2 കഷ്ണം നാളികേരം കൊത്തി അരിഞ്ഞത് അതും കൂടി ചേർക്കുക. ഇത് പിന്നെ മൂക്കേണ്ട ആവശ്യമില്ല. തേങ്ങ വെറുതെ ഒന്ന് തേങ്ങ മതി. പിന്നെ അതിന് ശേഷം ഈ മുമ്പ് വറുത്ത് വെച്ച വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ചേർക്കുക. ഒന്നും കൂടി വറക്കുക. അതിനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞ് ഇതിനകത്ത് ഒഴിക്കുക. പരിപ്പും തക്കാളിയും കൂടി വെന്തയിലേക്ക് ഒഴിക്കണം. ഇപ്പോൾ പുളി പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് നല്ലോണം തിളക്കട്ടെ. ഉപ്പ് ചേർക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിത് 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. മതിയായില്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് പറഞ്ഞു. ഈ സ്പൂണിൽ 2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിൽ. ഇനി പിന്നെ മതിയായില്ലെങ്കിൽ പിന്നെ ആദ്യം ചേർക്കാം. പിന്നെ 1 സ്പൂൺ പഞ്ചസാര ചേർക്കണം. ആ പുളിയുടെ കുത്തൊന്ന് പോകാൻ വേണ്ടി. ഈ വറുത്ത് വെച്ചത് ഇതുപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് രസത്തിലേക്ക് അരച്ചത് രസത്തിലേക്ക് ഒഴിക്കുക. പരിപ്പും തക്കാളിയും വേവിച്ച് വെച്ചിലേക്ക് ഇത് ഒഴിക്കണം. കുറച്ച് വെള്ളം മൂറി ഒഴിക്കുക. ഇത് നല്ലോണം തിളക്കട്ടെ. ഈ മല്ലിത്തൈ ഇതിലേക്ക് ചേർക്കുക. മല്ലിത്തൈ ചേർത്തിട്ട് ഓഫാക്കാം. പിന്നെ കടുക് വറുത്തിടണം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യിലാണ് കടുക് വറുക്കണേ. നെയ്യിൽ കടുക് വറുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കണം. നെയ്യിലാണ് കടുക് വറുത്തത്. ഇതിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിൽ കടുക് വറുത്തു ചേർത്തു. രസത്തിൻ്റെ ഇറച്ചി നെയ്യിലാണ് കടുക് വറുത്തത്. അപ്പോൾ രസത്തിൻ്റെ പണി കഴിഞ്ഞു. നമ്മളെ രസമായി. ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.